നമസ്കാരം, എല്ലാവർക്കും ജെസ്സിസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് വീട്ടിൽ ബാക്കി വരുന്ന ചോറ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കണ്ടില്ലേ, വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമുക്ക് ഈ കിണ്ണത്തപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഈ ശർക്കരയൊന്ന് ഉരുക്കി എടുത്ത് വെക്കണം. ഞാനൊരു 2 ഗ്ലാസ് ചോറ് എടുക്കുന്നുണ്ട് കേട്ടോ. 1 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് ഈ തേങ്ങാപ്പാലിന് പകരം വേണമെങ്കിൽ തേങ്ങാപ്പാൽ പൊടി വേണമെങ്കിൽ ചേർക്കാം. ഒരു 1/4 ഗ്ലാസോളം അരിപ്പൊടി വേണം കേട്ടോ. ഇതിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ്, വറുക്കാത്ത അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കടലപ്പരിപ്പ് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് കുക്കറിൽ ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. ഇതിലിപ്പം കുറച്ച് വെള്ളമുണ്ട്, ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്, ഒരു 5 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനം കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. മിക്സീൻ്റെ ഒരു ജാറിലേക്ക് നമുക്ക് 2 ഗ്ലാസ് ചോറിട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കടലപ്പരിപ്പ് വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അധികം വെള്ളം ഇല്ലാണ്ട് എടുത്താൽ നമുക്ക് അത്രയും പെട്ടെന്ന് ഇത് വറ്റിച്ചെടുക്കാൻ പറ്റും. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരണം. ഇത് ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്കിതിലേക്ക് ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിന് ചേർക്കുക കേട്ടോ. മധുരം ഇനി കുറച്ച് കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി പഞ്ചസാര ചേർത്താൽ മതി. ഇനി നമുക്ക് മാവിൻ്റെ ഉപ്പും മധുരമൊക്കെ ഒന്ന് നോക്കാം. ഇതിനിപ്പോൾ എല്ലാം നല്ല പാകത്തിനുണ്ട് കേട്ടോ. കിണ്ണത്തപ്പം റെഡി ആയി കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രം നമ്മൾ കുറച്ച് നെയ്യ് തടവി വെക്കണം കേട്ടോ. ചൂടായ ഒരു പാനിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഇടയ്ക്ക് നമുക്ക് കുറേശ്ശെ നെയ്യൊന്ന് ഉറ്റിച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇതുപോലെ തന്നെ നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബനാന ഹൽവേൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. കണ്ടില്ലേ, ഇതിൽ തിള വന്ന് തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പോൾ ഒറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നമ്മൾ ഒരുപാട് വെള്ളത്തിൽ തേങ്ങാപ്പാൽ എടുക്കാനും അതുപോലെ ഒരുപാട് വെള്ളത്തിൽ നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കാനും നിന്നാൽ നമുക്കിത് വറ്റിച്ചെടുക്കാൻ ഒരുപാട് നേരം എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത പോലെ വളരെ കുറച്ച് വെള്ളത്തിൽ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറച്ചും കൂടി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു കുറച്ച് നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മൊത്തത്തിൽ ഇതിലിപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. നെയ്യിൻ്റെ അളവ് നിങ്ങൾ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നമ്മൾ കിണ്ണത്തപ്പത്തിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ പക്ഷേ ഒരു മിതമായ രീതിയിലാണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കിണ്ണത്തപ്പം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സ്പൂണ് കൊണ്ടൊന്ന് കോരിയാൽ ഇങ്ങനെ മുറിഞ്ഞ് വീഴുന്ന ഒരു പാകം. അതുപോലെ തന്നെ സൈഡിലിങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്നത് കാണുന്നുണ്ടല്ലേ. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കിണ്ണത്തപ്പം റെഡിയായെന്ന് ഉറപ്പിക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് ഈ മിക്സർ ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് സെറ്റായ ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. നമ്മുടെ കിണ്ണത്തപ്പം നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട് കേട്ടോ. സൈഡൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് അമർത്തി വെച്ച് കൊടുക്കാം. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് നമുക്ക് കാണാം. താങ്ക്